ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹർഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പയും എല്ലും കുഴച്ചത്, കപ്പയും കക്കറച്ചിയും കുഴച്ചതൊക്കെയാണ്. അപ്പൊ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരാഗ്രഹം, കപ്പയും കക്കറച്ചിയും കൊണ്ട് കുഴച്ചാലോ. ആഗ്രഹം കഴിയും മുന്നേ തന്നെ ഓടിപ്പോയി ഇന്ദിരാ ജംഗ്ഷനിൽ നിന്ന് കപ്പയും കളരിക്കുന്ന കക്കറച്ചിയും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. കൊണ്ടുവന്ന പാടെ കക്കറച്ചി നന്നായി കഴുകി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചു. കപ്പ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇനിയിപ്പൊ കപ്പ 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കപ്പയിലുള്ള സ്റ്റാർച്ച് പോകാനാണേ. ഇനി എപ്പോഴെങ്കിലേ കപ്പപ്പുട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമേ. അങ്ങനെ നമ്മുടെ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ച് നന്നായിട്ട് നല്ല വെള്ളത്തിൽ 3-4 തവണ കഴുകി ആ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞിട്ട് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് എടുത്തു. വെന്ത് വരുമ്പം കപ്പയിൽ നിന്ന് വെള്ളം ഇറങ്ങുമെങ്കിലും കുക്കറിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു. ഏകദേശം ഈ കുക്കറിൽ വെച്ചപ്പോഴത്തേക്കും ഒരു 8-9 വിസിൽ വേണ്ടി വന്നു കേട്ടോ, വെന്ത് കിട്ടാനായിട്ട്. കപ്പയ്ക്ക് കൂടെ കുഴയ്ക്കാനായിട്ട് ഇനി കക്കറച്ചി തയ്യാറാക്കി എടുക്കാം. കപ്പയും കക്കറച്ചിയും 2 രീതിയിൽ നമുക്ക് കുഴയ്ക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മറ്റേതൊന്ന് തോരൻ പോലെ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി ഞാൻ റോസ്റ്റ് ചെയ്തിട്ടാണ് കപ്പയുമായിട്ട് കുഴയ്ക്കാൻ പോകുന്നത്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ കടുക് മുപ്പിച്ച് അതിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇന്ന് ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറച്ചി വെള്ളം ഊറ്റിയെടുക്കണം. ചിലത് ഇത് വറ്റിച്ചെടുക്കും, ചിലത് വെള്ളം ഊറ്റിയെടുക്കും. ഞാൻ എന്തായാലും വറ്റിച്ചെടുക്കാറില്ല കേട്ടോ. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചക്കുത്തൊക്കെ മാറിയ നമ്മുടെ ഈ മസാലയിലേക്ക് വേണം കക്കറച്ചി തട്ടിയിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാനായിട്ട്. ഈ സമയത്തെ കുക്കറിൽ ആവിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോഴത്തേക്കും കപ്പ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വേകാനുണ്ട്. പിന്നെ ഞാൻ അടച്ചു വെച്ച് ഒന്നും കൂടെ 2-3 വിസിലടിച്ച് മൊത്തത്തിൽ ഒരു 10 വിസിലെങ്കിലും അടിച്ചിട്ടുണ്ടേ. കക്കയിറച്ചി വേവിച്ചപ്പോ ഉപ്പിട്ട കൊണ്ട് മസാലയിൽ മസാലയ്ക്ക് വേണ്ടിയുള്ള മാത്രം ഉപ്പിട്ടാ മതിയേ. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ആഡ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഉപ്പ് കൂടിപ്പോയി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കപ്പയും വെന്തു, കക്കറച്ചിയും റെഡിയായി. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് റോസ്റ്റായി കിട്ടിയ നമ്മുടെ കക്കറച്ചിയിലേക്ക് ഈ കപ്പയും കുടഞ്ഞിട്ട് നന്നായിട്ട് ഇനി രണ്ടും കൂടെ ഉടച്ചെടുക്കണം. ഇച്ചിരി മധുരം കൂട്ടി തിളപ്പിച്ചെടുത്ത കട്ടൻ ചായയും ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കുന്ന ഈ കപ്പ കുഴയും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളും വീട്ടിൽ നിന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ആ കപ്പയും കക്കറച്ചിയും കൂടെ ഒക്കെ നന്നായിട്ട് കുഴച്ചെടുത്തതിന്റെ ഫൈനൽ റിസൾട്ടിലേക്ക് കാണണ്ടേ. നമ്മൾ എന്ത് ഫുഡ് വെച്ചാലും ഒരു 10-15 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കപ്പയും കക്കറച്ചിയും കൂടെ കഴിച്ചത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹരിക്കുട്ടനാണ്. കൂട്ടത്തിൽ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാൻ മാളുവും ഉണ്ടായിരുന്നേ. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്നേ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിന് മാക്സിമം സപ്പോർട്ട് നൽകണം കേട്ടോ. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.